ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി മാനദണ്ഡങ്ങളുള്ളത് ഏവിയേഷനിലാണ്. ഏതെങ്കിലും സേഫ്റ്റി പാരാമീറ്റേഴ്സിൽ ലാക്സിറ്റി കണ്ടാൽ സ്വമേധയാ തന്നെ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഇപ്പോഴുണ്ട്. ഇന്ത്യൻ ഏവിയേഷൻ രംഗം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് വലിയ തോതിൽ വലിയ വികസന സ്വപ്നങ്ങൾ പകരുന്നൊരു മേഖല തന്നെയാണ്. ലോകത്ത് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന അഭിമാനാർഹമായ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുള്ള മേഖലയാണ്. പക്ഷേ ഒരു അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അല്ലേ അതിലൊരു ആശങ്കയുണ്ടാകും. നമ്മുടെ ഏവിയേഷൻ രംഗത്ത് ഈ അപകടം എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ നടപടികൾ വേണമെന്നാണ് അങ്ങ് കരുതുന്നത്? എൻ്റെ ഫെല്ലോ പാനലിസ്റ്റ് ക്യാപ്റ്റൻ രാജേന്ദ്രൻ പറഞ്ഞ പോലെ 2024 IATA കണക്ക് പ്രകാരം ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റ് ലോകത്തിലെ 3ാമത്തെ പ്രബലമായ മാർക്കറ്റായി മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്യൂരിയസ് ആകേണ്ടതുണ്ട്, അലർട്ട് ആകേണ്ടതുണ്ട്, റീഓറിയൻറ്റഡ് ചെയ്യേണ്ടതാകുന്നുണ്ട്. നമുക്കറിയാം ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി മാനദണ്ഡങ്ങളുള്ളത് ഏവിയേഷനിലാണ്. അതായത് നമ്മുടെ ഏവിയേഷനിൽ അതിന് പ്രത്യേകം അനക്ഷർ തന്നെയുണ്ട്, അനക്ഷർ 19. അതായത് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഈ അനക്ഷർ പ്രകാരം ഓരോ എയർലൈൻസിനും റെഗുലേറ്ററി അതോറിറ്റിക്കും എയർപോർട്ട് ഓപ്പറേറ്റേഴ്സിനും പ്രത്യേകം സേഫ്റ്റി മാനേജേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഈ SMS പ്രകാരം അവർക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പം അതിനനുസരിച്ച് ഓരോ സെക്ഷനിലേക്ക് വേണ്ട പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ എല്ലാത്തിലും പ്രത്യേകം സ്ട്രിഞ്ചൻറ്റും സ്ട്രിക്റ്റുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഏത് വിധത്തിലുള്ളതായ പരാധീനതകളെയും നമുക്ക് എന്ന് വെച്ചാൽ നേരിടാൻ പറ്റും. SMS ഓൾ ഓവർ ദി വേൾഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോ എയർലൈൻസിനും ബാധകമാണ്, ഓരോ ഇൻഡിവിജ്വലിനും ബാധകമാണ്. അത് സ്വന്തമായിട്ട് സേഫ്റ്റി റിപ്പോർട്ടിങ് ചെയ്യുന്ന സംവിധാനം മുതൽ മറ്റു ഏതെങ്കിലും സേഫ്റ്റി പാരാമീറ്റേഴ്സിൽ ലാക്സിറ്റി കണ്ടാൽ സ്വമേധയാ തന്നെ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഇപ്പോഴുണ്ട്. നമുക്കറിയാം എയർപോർട്ടുകളിൽ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സുകളിൽ നിങ്ങൾക്ക് ഏത് പാസഞ്ചേഴ്സ് ആകട്ടെ ഉദ്യോഗസ്ഥനാകട്ടെ ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു സേഫ്റ്റി ലാക്സിറ്റി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് യാതൊരുവിധമായ പെനൽറ്റി മെഷേഴ്സും ഇല്ലാതെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഏവിയേഷനിൽ എപ്പോഴും വളരെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സംവിധാനമായിട്ട് നിലകൊള്ളുന്നത്.